ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബേക്കറിയിൽ നിന്നൊക്കെ കഴിക്കുന്നില്ലേ നല്ല ടേസ്റ്റിയുള്ള പ്ലം കേക്ക്, അതുപോലുള്ളൊരു നല്ലൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തപ്പോൾ എനിക്കും നല്ല ടേസ്റ്റായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 ഓറഞ്ചിൻ്റെ ജ്യൂസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് കറുത്ത മുന്തിരി, നമ്മുടെ അണ്ടിപ്പരിപ്പ്, നമ്മുടെ ഈത്തപ്പഴം, പിന്നെ കുറച്ച് ബദാം ക്രഷ് ചെയ്തത്, പിന്നെ നമ്മൾ ടൂട്ടി ഫ്രൂട്ടി എല്ലാം കുറച്ച് നേരത്തേക്ക് നമ്മുടെ ഈ നാരങ്ങാനീരിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. കുറച്ച് നേരത്തേക്ക് അത് സോക്ക് ചെയ്യാനായിട്ട് നമുക്ക് വെക്കാം കേട്ടോ. 2 മണിക്കൂറൊക്കെ വെച്ചാൽ വളരെ നല്ലതാണ്. ഞാനിപ്പോൾ 1.5 മണിക്കൂറാണ് കേട്ടോ ഇത് വെക്കുന്നത്. അപ്പോൾ പെട്ടെന്നൊരു പ്ലം കേക്ക് കഴിക്കാൻ വേണ്ടി തോന്നിയപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യാമെന്ന് കരുതി കേട്ടോ. ഈ ഒരു രീതിയിൽ ഞാൻ ഒരു തവണ ചെയ്തിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് കിട്ടി കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ ഒരു രീതി തന്നെയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് ഈ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണേ. അപ്പോൾ ഞാൻ എല്ലാ നട്ട്സും ഈ ഓറഞ്ച് നീരിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് ഇതിൽ കിടന്ന് നല്ല പോലെ സോക്കായിട്ട് വരട്ടെ. അപ്പോൾ നമുക്ക് 1 മണിക്കൂർ നേരത്തേക്ക് ഇത് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്കിതിന് വേണ്ട ക്യാരമൽ റെഡിയാക്കാം. അപ്പം ഞാൻ അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മെൽറ്റായിട്ട് വരണം കേട്ടോ. നമ്മളിത് ഇളക്കി കൊടുക്കാനൊന്നും പോകണ്ട. ഇത് തനിയെ മെൽറ്റായിട്ട് വന്നോളും. അപ്പോൾ ഇതാ ചെറുതായിട്ട് ഇതൊന്ന് മെൽറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഈ ക്യാരമൽ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മളൊന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ല പോലെ മെൽറ്റായിട്ട് വരണം ഇത്. അപ്പോൾ ഒരു യെല്ലോ കളറിൽ നിന്ന് ഒരു ബ്രൗൺ കളറിലേക്ക് ആ ഒരു കളർ വരണം കേട്ടോ. എന്നാലേ നമ്മുടെ കേക്കിന് ആ ഒരു പെർഫെക്റ്റ് കളർ കിട്ടുകയുള്ളൂ. നമ്മൾ ക്യാരമൽ ഉണ്ടാക്കുന്ന ആ ഒരു കളറായിരിക്കും കേട്ടോ നമ്മുടെ കേക്കിന് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചും നമ്മൾ ക്യാരമലാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നല്ല ആ ഒരു കളറിൽ തന്നെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. അപ്പോൾ ഇതാ കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ ആവണം. അധികം ഡാർക്ക് കളർ ആവാനും പാടില്ല. അപ്പോൾ നമ്മുടെ കേക്കിന് കയ്പ്പ് ടേസ്റ്റ് വരുവേ. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ആവേണ്ടത്. അപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമ്മുടെ ഈ ഓറഞ്ചിൻ്റെ നീരും നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ നമ്മുടെ ക്യാരമലും എല്ലാം കൂടി നല്ല പോലെ ഒന്ന് തിളച്ചിട്ട് നല്ല സെറ്റായിട്ട് വരും കേട്ടോ. അതുവരെ നമുക്കിവിടെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അതവിടെ ആകുമ്പോഴേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ 1 കപ്പ് മൈദ, 1/4 കപ്പ് ബേക്കിംഗ് പൗഡർ. അപ്പോൾ അതവിടെ റെഡി ആകുമ്പോഴേക്കും നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 1 കപ്പ് മൈദ, ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് അരിച്ചെടുക്കാം കേട്ടോ. ഒരു 2-3 തവണയൊക്കെ അരിച്ചെടുത്താൽ വളരെ നല്ലത്. ഞാനിപ്പോൾ 1 തവണ അരിച്ചിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മുടെ ക്യാരമലിൽ കിടന്ന് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം ഇതിലുണ്ടാവണം. അധികം ഡ്രൈ ആവണ്ട. ഇത് കുറച്ച് നേരം കഴിയുമ്പോഴേക്ക് തന്നെ ഇത് നല്ല പോലെ കട്ടിയായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം ഇതിലുണ്ടാവണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 ഗ്രാമ്പുവും ഒരു കഷ്ണം പട്ടയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഗ്രാമ്പു 2 എടുത്താൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കുത്തൽ കൂടും കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ പൊടിച്ച പഞ്ചസാരയും പിന്നെ നമ്മുടെ എഗ്ഗ് വൈറ്റും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ 2 മുട്ടയുടെ വെള്ളയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കണം കേട്ടോ. അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് മറന്നുപോയി വിട്ടുപോയതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ശേഷം നമ്മൾ ആ മുട്ടയുടെ മഞ്ഞ എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ നമ്മുടെ പഞ്ചസാര പൊടിച്ച മിക്സിയുടെ അതേ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1/2 ടീസ്പൂൺ നമ്മുടെ പ്ലമ്മിൻ്റെ എസൻസില്ലേ അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഓറഞ്ചിൻ്റെ എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. അപ്പോൾ നല്ല പോലെ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് പതിപ്പിച്ചെടുത്താൽ മതി കേട്ടോ മിക്സിയുടെ ജാറിൽ തന്നെ. അപ്പോൾ ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ബൗളിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സില്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇപ്പോൾ തന്നെ കണ്ടില്ലേ നമ്മൾ ആ ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ മുട്ടയുടെ മഞ്ഞ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തില്ലേ, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നല്ല പോലെ ഇതുപോലെയുള്ള ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ മുട്ടയുടെ മഞ്ഞ ബീറ്റ് ചെയ്തതും നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം ഒരുമിച്ച് ഇങ്ങനെ കിട്ടുന്നത് വരെ നല്ല രീതിയിൽ നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് വരെ ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ, അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ കുറേശ്ശായിട്ട് ഇത് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറേശ്ശെ 2-3 തവണയായിട്ടാണ് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്തിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ ഇത് മിക്സ് ചെയ്യണം. നമ്മൾ കുത്തി ഇളക്കുകയൊന്നും ചെയ്യരുത്. ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ 1-2 തവണയായിട്ട് നമ്മളിതിങ്ങനെ കുറേശ്ശെ ഇട്ടിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ തവണ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ 3 തവണയായിട്ടാണ് ഞാനിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് നമ്മുടെ മെൽറ്റ് ചെയ്ത ബട്ടറില്ലേ, അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മെൽറ്റ് ചെയ്ത ബട്ടർ ചേർക്കുമ്പോൾ നമ്മളെ പ്ലം കേക്കിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ എന്തായാലും നമ്മളെ ബട്ടർ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 1/2 ടീസ്പൂൺ നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓറഞ്ചിൻ്റെ തൊലിയില്ലേ, മുകൾ ഭാഗത്ത് ആ പോർഷൻ മാത്രം ജസ്റ്റ് തിരകി അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓറഞ്ചിൻ്റെ വൈറ്റ് പോർഷൻ വരാതെ ശ്രദ്ധിക്കണേ, അപ്പോൾ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മുട്ടയുടെ വെള്ളയും നമ്മൾ നേരത്തെ പട്ടയും ഗ്രാമ്പൊക്കെ ഇട്ട് വെച്ച പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും നമ്മുടെ മുട്ടയുടെ വെള്ളയും കൂടി നല്ല പോലെ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു മിക്സ് നമ്മൾ ലാസ്റ്റായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കുത്തി ഇളക്കാതെ നേരത്തെ മിക്സ് ചെയ്ത ആ ഒരു രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ പ്ലം കേക്കിന് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്പഞ്ച് കിട്ടും കേട്ടോ. നമ്മുടെ ബേക്കറിയിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ. ഞാൻ പല ടൈപ്പിലും പ്ലം കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഈ ഒരു രീതിയിലാക്കിയപ്പോഴാണ് കേട്ടോ എനിക്ക് കറക്റ്റ് ആ പ്ലം കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റും ആ ഒരു സ്പഞ്ചൊക്കെ കിട്ടിയത്. അതുകൊണ്ടാണ് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. ഇനി അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 3 ടീസ്പൂണ് ഹണി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല കേട്ടോ, പക്ഷേ ഈ ഹണി ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ കേക്കിന് കുറച്ചും കൂടെ ഒരു ടേസ്റ്റും ഒരു കളറൊക്കെ വരും കേട്ടോ. അപ്പോൾ 3 ടീസ്പൂണ് ഹണിയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് ആ ഒരു രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്ലം കേക്കിൻ്റെ പരിപാടി കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ 1 kgൻ്റെ ഒരു ടിന്ന് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ബട്ടറൊക്കെ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നമ്മുടെ ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ നമ്മുടെ ബാറ്റർ ഉണ്ടാവണം കേട്ടോ, ലൂസായി പോകാൻ പാടില്ല. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ ബാറ്റർ ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇതിന് മുകളിലേക്ക് ഞാൻ ഇത്തിരി അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ വെച്ചിട്ട് ഒന്ന് അലങ്കരിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ കേക്ക് കാണാൻ ഇത്തിരി ഭംഗിയൊക്കെ വേണ്ടേ, അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ ഇതുപോലെ കുറച്ച് അലങ്കാരപ്പണികളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഓവനിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 150 ഡിഗ്രിയിൽ 1 മണിക്കൂറാണ് ഞാൻ ആദ്യം ഒന്ന് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കേക്ക് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ 10 മിനിറ്റ് ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് 1 മണിക്കൂർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂർ എനിക്ക് മതിയായിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ നമ്മുടെ കേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 1.5 മണിക്കൂർ എടുത്തു കേട്ടോ ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. മൊത്തത്തിൽ 1.5 മണിക്കൂറാണ് എടുത്തിട്ടുള്ളത്. കേക്ക് പുറത്ത് വെച്ചപ്പോൾ തന്നെ അതിൻ്റെ മോൾ ഭാഗമൊക്കെ കുട്ടികളൊക്കെ മാന്തി തിന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടേ കട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ 2 ദിവസം കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ 2 ദിവസത്തേക്ക് ഇത് ഒരു കവറിലിട്ടിട്ട് ഇത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കേക്ക് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ പുറത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കണ്ടേ. അപ്പോൾ കുട്ടികളൊക്കെ വെയിറ്റാണ് കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്മസിന് ഉണ്ടാക്കിയ ആദ്യത്തെ പ്ലം കേക്കാണ് ഇത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ടേസ്റ്റൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ സ്പഞ്ചൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് അറിയണ്ടേ. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റാണ് കേട്ടോ കേക്ക്, നല്ല പോലെ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. ഇതൊക്കെ കണ്ടില്ലേ, നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെ നല്ല സ്പഞ്ചാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ.
അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.